നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ഇന്ന് ചർച്ച ചെയ്യുന്നു മീനം രാശിയെ പറ്റിയാണ്. മീനം രാശി 2.25 നക്ഷത്രങ്ങളുടെ ഒരു രാശിയാണ്. പുരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി, 3 ധർമ്മങ്ങൾ മീനം രാശിക്കുണ്ട്. ഇത് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമാണ്, ബുധൻ്റെ നീചക്ഷേത്രമാണ്, ശുക്രൻ്റെ ഉച്ചക്ഷേത്രമാണിത്. അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷീവ ഭൃഗുനന്ദനഃ. ഭൃഗുനന്ദനായ ശുക്രനെ കൊണ്ടാണ് അന്നപൂർണേശ്വരി ലക്ഷ്മി ഒക്കെ ചിന്തിക്കേണ്ടത്. ഇത്തിരി കടുപ്പമാണെങ്കിൽ യക്ഷിയെയും ചിന്തിക്കണം. അതുകൊണ്ട് അന്നം തരുന്ന അന്നപൂർണേശ്വരിയെയാണ് ഞാൻ ഇപ്പോൾ ഭജിച്ചത്. ഇവിടെ ഇന്ന് മീനൻ രാശിക്കാരുടെ ഫലഭാഗത്തേക്ക് നമുക്ക് വരാം. ഇടവമാസം 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെ, അതായത് 2024 മെയ് 23 to 29 വ്യാഴാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ ഫലം. ഇവിടെ ലഗ്നത്തിൽ ചൊവ്വ രാഹു, 2-ൽ ബുധൻ, 3-ൽ രവി ഗുരു ശുക്രൻ, 5-ൽ മാന്തി, 7-ൽ കേതു, 9-ൽ ചന്ദ്രൻ, 12-ൽ ശനി. ഇങ്ങനെയാണ് ഗ്രഹനില. ഇവിടെ മീനൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ധനാധിപനും ഭാഗ്യാധിപനുമാണ്. ഭാഗ്യാധിപനായ ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്നു. വ്യാഴക്ഷേത്രത്തിലെ ചൊവ്വ നല്ല ഫലങ്ങളെയാണ് പറഞ്ഞിട്ടുള്ളത്. ജൈവേ ന ഏകരിപുർ നരേന്ദ്ര സജീവ ഖ്യാതഃ അഭയഃ അർത്ഥാന്വിതഃ. ഏകരിബുഹു ന, ഒറ്റ ശത്രുവല്ല, ധാരാളം ശത്രുക്കളെ ഉണ്ടാക്കുന്നു. നരേന്ദ്ര സജീവ, തനിക്ക് രാജാവിൻ്റെ മന്ത്രിയാകാനുള്ള അവസരം ലഭിക്കുന്നു. വലിയ ആളുകളുടെ മന്ത്രിപ്പണി ലഭിക്കുന്നു. ഖ്യാതഃ, പ്രശസ്തനാകുന്നു. അഭയഃ, ഭയമില്ലാത്തവനാകുന്നു. അർത്ഥാന്വിതഃ, സാമ്പത്തികമായി ഗുണം വരുന്നു. അതിന് വളരെ യോഗമുണ്ട്. കാരണം 2-ൽ ബുധനാണ്. 2-ൽ ബുധനെ കൊണ്ട് ധനി എന്നാണ് ഹോരാചാര്യർ ഫലം പറഞ്ഞിട്ടുള്ളത്. വിദ്വാൻ 1-ാം ഭാവം, 2-ൽ ധനി, ധനമുണ്ടാകും. ഈ 2-ലെ ബുധൻ സഭാസംഗതോ ഭാസതേ വ്യാസ ഏവ പൃഥൂദാരത കൽപ്പവൃക്ഷസ്യ തദ്വൽ, നല്ല ഫലമാണ് പറഞ്ഞത്. സഭയിൽ ഭാസനെ പോലെ ശോഭിക്കുന്നു. അതുകൊണ്ട് ബുധൻ എഴുത്തിൻ്റെ ആളാണ്, ഗണിതകാരകനാണ്. ഗവേഷകർ, വിദ്യാർത്ഥികൾ, യാത്ര ചെയ്യുന്നവർ, എഴുത്തുകാർ, ലേഖകന്മാർ, അധ്യാപകർ, ഇവർക്കൊക്കെ ഈ ബുധൻ ധാരാളം നന്മയെ പ്രദാനം ചെയ്യും. വിദേശത്ത് പോയി സംസാരിക്കുവാനുള്ള പ്രാപ്തി 2-ലെ ബുധൻ തരുന്നു. മീനം ഒരു വിദേശ രാശിയാണ്. ജലചര ധനഭോക്ത, വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ്. അങ്ങനെ കാശ് അനുഭവിക്കുന്നു. അതുകൊണ്ട് ഈ ചലച്ചിത്ര വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ബുധൻ ഈ വാരം വളരെയധികം ഗുണത്തെ പ്രദാനം ചെയ്യും. കാരണം ബുധൻ ഇവിടെ യാത്രാപതിയാണ്. യാത്രയെ ചിന്തിക്കുന്ന വ്യക്തിക്ക് വളരെ അനുകൂലമായ വാരമാകുന്നു ഈ 2-ലെ ബുധൻ നൽകുക. പക്ഷെ അവിടെയൊക്കെ ഈ ലഗ്നത്തിലെ ചൊവ്വ ഒരു ഈഗോയിസ്റ്റാണ്. ഒരാവശ്യമില്ലാത്ത ഈഗോ കൊണ്ട് തൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടാതെ നോക്കണം. മറ്റുള്ളവർ തന്നെ ഈഗോ വരുമ്പോൾ ലഘൂനാൻ ലഘീയാൻ, തന്നെ വളരെ ലഘുവായിട്ട് നിസ്സാരനായിട്ട് കാണും. കാരണം രാശ്യധിപനായ വ്യാഴം നിൽക്കുന്നത് 3-ലാണ്, കൃപണഃ. അതുകൊണ്ട് ഉപായമാണ് മീനം രാശിക്കാർക്ക് ഇവിടെ വേണ്ടത്. ഉപായേനതു യച്ഛക്യം നതച്ഛക്യം പരാക്രമേഹി. ഉപായം കൊണ്ട് നേടണം, പരാക്രമം പാടില്ല. അതുകൊണ്ട് ചൊവ്വ ഉണ്ടാക്കുന്ന ഈ പ്രഷറിനെ നിങ്ങൾ ധ്യാനത്തിലൂടെ നിയന്ത്രിക്കണം. ചൊവ്വ പെട്ടെന്ന് BP ഉണ്ടാക്കും, ശിരോജന്യമായ രോഗങ്ങൾ ഉണ്ടാക്കും, ദാമ്പത്യത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കും. ഇവിടെയൊക്കെ നിങ്ങളുടെ ഈഗോയെ നിങ്ങൾ മാറ്റിവെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടും. വിഭാഗേ ഫലാനാം സദൈവോപസർഗ. എത്ര യജ്ഞിച്ചാലും ഫലം വരുന്ന സമയത്ത് അതിൻ്റെ അനുഭവം കുറയും എന്നൊരു ഫലമുണ്ട് ഈ ചൊവ്വയ്ക്ക്. തനിക്ക് ദുഷ്കീർത്തിയും പരാജയവും ഈ ചൊവ്വ സമ്മാനിക്കും. ഞാൻ കുറേ ഗുണങ്ങൾ മീനൻ രാശിക്കാരുടെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഈഗോ എന്ന ആ വാക്ക് മാറ്റിവെച്ചാൽ ഈ ചൊവ്വ ഈ വാരം മീനൻ രാശിക്കാർക്ക് യാത്രക്ക് വളരെ അനുകൂലമാണ്. മറ്റൊരു വിഷയം, ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെടുന്ന
എന്തെങ്കിലും പ്രവർത്തനങ്ങൾ, ഒന്നുകിൽ തൻ്റെ ഭൂമി വേണ്ടെന്ന് വെച്ച് മറ്റൊരു ഭൂമി വാങ്ങാം, അല്ലെങ്കിൽ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെടുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ. ഒരു ഭൂമി വാങ്ങുമ്പോൾ ധനം അഡ്വാൻസ് കൊടുത്ത് ആരംഭം കുറിക്കാം. ഈ വാരങ്ങളിൽ വളരെ ഗുണമാണ്. ഇവിടെ മീനം രാശിക്കാർക്ക് ഭൂമിപരമായ വിഷയത്തിലൊക്കെ വളരെ അനുകൂലമായ ദിവസമാണ് 27-ാം തീയതി തിങ്കളാഴ്ച കാലത്ത് 10:30 മണി മുതൽ വരുന്ന ഉത്രാടം നക്ഷത്രം, പിന്നീട് ചൊവ്വാഴ്ച വരുന്ന ഉത്രാടവും തിരുവോണവും, ബുധനാഴ്ച വരുന്ന തിരുവോണവും അവിട്ടവും 29-ാം തീയതി എല്ലാ വിഷയങ്ങൾക്കും വളരെ അനുകൂലമാണ്. ധനപരമായ വിഷയത്തിൽ 25, 26 തീയതികൾക്ക് മേന്മയില്ല. അതുകൊണ്ട് 27, 28, 29 ദിവസങ്ങൾ അനുകൂലമായി എടുക്കാം. സഹോദര ഗുണം, സഹോദരങ്ങൾക്ക് വേണ്ടി ചില ത്യാഗങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അവർക്ക് സുഖം കൊടുക്കേണ്ടുന്ന ജ്യേഷ്ഠ ഭ്രാതാവായിരിക്കാം നിങ്ങൾ. അതൊക്കെ നല്ലത് തന്നെ. ഇവിടെയും ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ശിരോജന്യമായ രോഗങ്ങൾ, യൂറിക് ആസിഡ്, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, പല്ല് സംബന്ധമായ റൂട്ട് കനാൽ ചെയ്യുക, പല്ലുകൾക്ക് പുളിപ്പ് വരിക, അതുകൊണ്ട് പല്ലുകളെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന വാരമാകുന്നു ഇത്. യാത്രാവധി ബലവാനാണെന്ന് ഞാൻ പറഞ്ഞു. അതുണ്ടാക്കുന്ന തടസ്സങ്ങൾ നിങ്ങൾ മാറ്റാൻ സർപ്പക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ കർമ്മമുട്ട്, ദേഹമുട്ട്, ശത്രുമുട്ടൊക്കെ ചെയ്യുന്നത് ചെറിയ ദോഷങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായി വരുന്നതാണ്. പല മീനൻ രാശിക്കാർക്കും ഈ വാരം ചില നല്ല കാര്യങ്ങൾ, പൂർവികമായ സ്വത്തിൻ്റെ വിഷയത്തിലൊക്കെ ഒരു തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. മക്കളുടെ യാത്രാ വിഷയത്തിൽ അനുകൂലമായ ഒരു സമയം സംജാതമാകുന്നതാണ്. ഇവിടെ സന്താനപതിയായ ഗ്രഹം നീചസ്ഥനാണ്. എങ്കിലും ആ സന്താനപതിക്ക് ലഗ്നാധിപനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് ചെറിയ ചെറിയ അരിഷ്ടതകളൊക്കെ ആ വ്യാഴം മാറ്റുന്നതായിരിക്കും. പിന്നീട് വസുമദ്യോഗം എന്നൊരു യോഗമുണ്ട്. ലഗ്നാൽ 2 ശുഭഗ്രഹങ്ങൾ 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. മൗഢ്യമുണ്ടെങ്കിലും ഏകരാശിയിലെ മൗഢ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് സാമ്പത്തികമായ ലാഭങ്ങൾ ഈ വാരം കൈവരുന്നതാണ്. യാത്രയിലൂടെയുള്ള സൗഭാഗ്യങ്ങൾ ഞാൻ വിശദീകരിച്ചു. ഭദ്രകാളി പ്രീതി ചെയ്യുന്നത് വളരെ നല്ലത്. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയേ നമഃ എന്ന മൂലമന്ത്രം ജപിച്ചാൽ ഈ വാരം നിങ്ങൾക്ക് നന്നായി പിടിച്ചു നിൽക്കാം. ഭദ്രകാളിയുടെ അനുഗ്രഹം വാങ്ങുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുശോഭനമായ ഒരു വാരം ഡോക്ടർ മാരാർജി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.